ഉന്നക്കായൻ്റെ അതേ ടേസ്റ്റിലൊരു ഉന്നപ്പോള തയ്യാറാക്കാം. നട്ട്സ് കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് മുന്തിരിയും ചേർത്തിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ നെയ്യിലൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ നമ്മൾ ഫില്ലിങ് റെഡി. ഇതിലേക്ക് ആ നട്ട്സും ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഇനി നേന്ത്രപ്പഴം ഒന്നിങ്ങനെ അരിഞ്ഞിട്ടിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഒരു മുട്ടയും ഏലക്കായൻ്റെ പൊടിയും പാകത്തിന് പഞ്ചസാരയും പാലും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ചൂടായ നെയ്യിലേക്ക് ഇത് പകുതി മാത്രം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ഇങ്ങനെ സെൻറ്ററിൽ മാത്രം നമ്മുടെ ഫില്ലിങ് വെച്ച് ബാക്കി ബാറ്റർ ഒന്നങ്ങ് മീതെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഒന്നങ്ങ് വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്ന് പോയി കാണണം. ഉന്നക്കായൻ്റെ ടേസ്റ്റുള്ള ഉന്നപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ ടേസ്റ്റ് എന്നറിയോ? ഒന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടെ ചെയ്യണം. ഉർജു കിച്ചൻ ഉന്നപ്പോള എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ വീഡിയോ മുന്നേ